ശ്രീ ഒ.വി. വിജയൻ അതെ അല്ലേ? അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? അദ്ദേഹത്തിൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥ ഒരിക്കലും ഞങ്ങൾ നാടകമായിട്ട് കോളേജ് ചെയ്തിരുന്നു. അന്ന് ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പം അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് നേരിട്ട് കാണണമെന്ന്. പക്ഷെ ഒരിക്കലും നടക്കാത്തൊരാഗ്രഹമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അച്ഛൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വലിയ കാലയളവിൽ എൻ്റെ കുട്ടിക്കാലം അരീക്കോട് ചെലവഴിച്ചു. പിന്നീടുള്ള എൻ്റെ എഴുത്തിലും കാർട്ടൂൺ രചനയിലും അരീക്കോടും ആ പ്രദേശവും അവിടുത്തെ ജനങ്ങളും നൽകിയ അനുഭവ സമ്പത്ത് വലുതാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവലാണ്. ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവൽ സിനിമയാക്കുന്നുണ്ടോ എന്നുള്ള വാർത്ത കേട്ടിരുന്നു. കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രസിദ്ധനായ ഒരു സംവിധായകനാണ് ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഈ അടുത്ത് ഈ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ അമൃത ടി വിയിലെ പരിപാടിയിൽ ഇതിൽ നിന്നൊരു പോർഷൻ എടുത്ത്, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്നൊരു പോർഷൻ എടുത്ത് ഡ്രമാറ്റൈസ് ചെയ്തു എന്നും കേട്ടിരുന്നു. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ താങ്കൾ എഴുതിയ പുസ്തകം മറ്റു മാധ്യമങ്ങളിലേക്ക് മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നതിൽ താങ്കൾ തൽപരനാണോ? എന്താണ് താങ്കളുടെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്? എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എഴുത്തുകാരനെന്ന നിലയിൽ എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് നാടകമാക്കുന്നതും സിനിമയാക്കുന്നതും ആസ്വാദകരായ ആർക്കും അവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. സാർ, മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്ലാസിക്കൽ എന്ന് ചോദിച്ചാൽ അതിന്ന് ആരും പറയുന്നത് ആദ്യം ഖസാക്കിൻ്റെ ഇതിഹാസവും അങ്ങ് രചിച്ച ഖസാക്കിൻ്റെ ഇതിഹാസവും മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങളുമാണ്. മലയാളികളുള്ളത്തോളം കാലം ഈ രണ്ട് പുസ്തകങ്ങളും എന്നെന്നും നിലനിൽക്കും. ഇതിനെ വെട്ടാൻ വേറൊരു പുസ്തകം വന്നിട്ടുമില്ല. പക്ഷേ എനിക്കതൊന്നുമല്ല കാര്യം. അങ്ങ് മരിച്ചു കഴിഞ്ഞു. അങ്ങയുടെ ഈ ചിതാഭസ്മത്തിൻ്റെ തർക്കമുണ്ട്. അങ്ങേക്ക് എവിടെ ഒഴുക്കുന്നതാണ് ഇഷ്ടം? അങ്ങയുടെ ചിതാഭസ്മം മരണത്തിനെക്കുറിച്ചും ശേഷകർമ്മങ്ങളെക്കുറിച്ചും യാതൊരു രീതിയിലും ഉത്കണ്ഠപ്പെടാതിരുന്ന ഞാൻ ഇന്ന് എൻ്റെ ഭസ്മത്തിന് വേണ്ടി എൻ്റെ കൂടപ്പിറപ്പുകൾ തമ്മിത്തലും എനിക്ക് ശാന്തി കിട്ടുന്നില്ല. ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ മഹത്തായ ഒരു കൃതി മലയാളത്തിന് നൽകിയ അങ്ങേ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.